നിങ്ങൾ എത്ര സമ്പാദിച്ചാലും മാസാവസാനമാകുമ്പോൾ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് സീറോ ആണോ? അപ്രതീക്ഷിതമായ ചില ചിലവുകൾ, അതുപോലെ സേവിങ്സ് ചെയ്യണം എന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. പല ചിലവുകൾ നിങ്ങൾക്ക് വരുമ്പോൾ, ആ ഒരു എമർജൻസി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും, എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? എന്റെ കൈ ഓട്ടക്കൈയാണോ? പണം എന്തുകൊണ്ട് എന്റെ കൈ നിലനിൽക്കുന്നില്ല എന്ന് നിങ്ങൾ ആലോചിക്കാറുണ്ടോ? ഞാൻ വന്നത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ടിപ്സ് തരാനല്ല, പകരം നിങ്ങളുടെ മണി എനർജിയെ ഹീൽ ചെയ്യാൻ സഹായിക്കാനായിട്ടാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ കഥ പറയാം. എന്റെ കഥയുടെ നായിക, അവര് നല്ലൊരു ജോലി അവർക്കുണ്ട്, മാസം നല്ലൊരു ശമ്പളവും അവർക്കുണ്ട്, പല പ്രൊമോഷൻസും അവർക്ക് ലഭിക്കാറുമുണ്ട്, പല ഓപ്പർച്യൂണിറ്റീസും അവർക്കുണ്ട്. പക്ഷേ മാസാവസാനം നോക്കുമ്പോൾ അവരുടെ ബാങ്ക് ബാലൻസ് സീറോ ആയിക്കൊണ്ടിരുന്നു. അവര് ഒരുപാട് ബഡ്ജറ്റിംഗ് ചെയ്യാൻ നോക്കി, ഫിനാൻഷ്യൽ അഡ്വൈസ് എടുത്തു നോക്കി, പക്ഷേ ഫലം ഒന്നും കറക്റ്റ് ആയിട്ട് അവർക്ക് ലഭിച്ചില്ല. പലതും അവർ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടേയിരുന്നു. ഫൈനലി അവർ തന്നോട് തന്നെ പറയുന്നത്, എന്റെ ജീവിതത്തില് പണം നിലനിൽക്കുന്നില്ല, പണത്തിന് ചിലപ്പോൾ എന്നെ ഇഷ്ടമില്ലായിരിക്കും എന്നുള്ള ഒരു സെൽഫ് ടോക്ക് അവർക്കുണ്ടായി. അതായത് ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് പണത്തിന്റെ പ്രശ്നമാണ് എന്ന്? തീർച്ചയായിട്ടും അല്ല. നിങ്ങളും പണവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കറക്റ്റ് ആക്കാത്തിടത്തോളം കാലം പണം നിങ്ങളുടെ കയ്യിൽ നിലനിൽക്കുകയില്ല. നിങ്ങളുടെ മണിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കറക്റ്റ് ചെയ്യണമെങ്കിൽ, ആ എനർജിയെ നിങ്ങൾ ഹീൽ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ബാല്യകാലത്തേക്ക് നിങ്ങളൊന്ന് പോകണം. അതായത് നിങ്ങളുടെ ബാല്യകാലത്ത് പല കാര്യങ്ങളും, ആവശ്യമില്ലാത്ത മണിയെ പറ്റിയുള്ള പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കാം, പണം മരത്തിൽ കായ്ക്കയില്ല, പണത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും, ചില കാര്യങ്ങൾ നമ്മൾക്ക് അഫോർഡബിൾ അല്ല, അതുപോലെ പണക്കാരായിട്ടുള്ള ആളുകള് നല്ലവരല്ല എന്നിങ്ങനെയൊക്കെ. അപ്പോൾ ഇങ്ങനെ ഏത് കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ചെറുപ്രായത്തിൽ കേട്ടിട്ടുള്ളത് എന്ന് ആദ്യം നിങ്ങൾ ഓർക്കുക. അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു പാറ്റേൺ പോലെ ആയിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ മറന്നു പോയിരിക്കാം, പക്ഷേ ആ ഒരു തോട്ട് നിങ്ങളുടെ മൈൻഡിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് പണം നിങ്ങളുടെ അടുത്തേക്ക് ഈസി ആയിട്ട് എത്തപ്പെടാത്തതും, അതുപോലെ നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന പണം നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റാത്ത രീതിയിൽ, അത് അല്ലെങ്കിൽ സേവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ മൈൻഡില് അൺവാണ്ടഡ് ആയിട്ടുള്ള മണിയെ പറ്റി നെഗറ്റീവ് തോട്ടുകൾ അല്ലെങ്കിൽ ചിന്തകൾ ഉണ്ടെങ്കിൽ, അതൊരു പാറ്റേൺ പോലെ കിടക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന ഒരു പണവും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുകയില്ല. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പല ചിലവുകളും ആ സമയത്ത് ഉണ്ടാകും. അതായത് നിങ്ങൾ എത്രമാത്രം പണം ഏൺ ചെയ്താലും അത് സേഫ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയില്ല. നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിന്റെ പാറ്റേൺ അതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചെലവുകൾ വരുന്നതും നിങ്ങൾ സേവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മണി എനർജിയെ കറക്റ്റ് ചെയ്യുവാൻ, അതിന്റെ ഹീലിംഗിലേക്ക് പോകുവാനായിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു ഹോപ്പണോപോണോ മെഡിറ്റേഷൻ തരാം, അതുപോലെ അഫർമേഷനും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഈ മെഡിറ്റേഷൻസ് കേൾക്കാവുന്നതാണ്. അപ്പോൾ കണ്ണുകൾ അടച്ച് നിങ്ങൾക്ക് എന്നോടൊപ്പം ഈ മെഡിറ്റേഷനിൽ പങ്കെടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. ഒരു ഡീപ്പായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം വെളിയിലേക്ക് വിടുകയും ചെയ്യുക. നിങ്ങളുടെ ബാല്യകാലത്തെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങൾക്ക് ഒരു 7 or 8 വയസ്സുള്ളപ്പോൾ എങ്ങനെയായിരുന്നു ആ കുഞ്ഞിനെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യുക. ആ കുഞ്ഞിന്റെ മുഖത്ത് പണത്തിനെ കുറിച്ചുള്ള ഭയം, അല്ലെങ്കിൽ സ്ട്രെസ് ആണോ, അല്ലെങ്കിൽ ആ ചില ലിമിറ്റിംഗ് ആയിട്ടുള്ള വിശ്വാസങ്ങളാണോ എന്നൊന്ന് ആത്മാർത്ഥമായിട്ട് നോക്കുക. ഭയമായിക്കോട്ടെ, സ്ട്രെസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചില നെഗറ്റീവ് ആയിട്ടുള്ള വിശ്വാസങ്ങളായിക്കോട്ടെ, എന്തായാലും ശരി, അതൊന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഇങ്ങനെ പതുക്കെ നിങ്ങളോട് പറയുക, ഐ ആം സോറി. പണത്തിനെ കുറിച്ച് ഞാൻ ഈ ഭയം കൊണ്ടു നടന്നതിന് ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. പണം സേഫ് അല്ല എന്ന് വിശ്വസിച്ചതിന് പ്ലീസ് ഫോർഗീവ് മീ. ഇത്ര കാലം എന്നോട് കൂടെ ഇരുന്നതിന് താങ്ക് യു. പണം ഒരു എനർജിയാണ്, ഞാൻ അതിനെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അതിനുശേഷം വീണ്ടും നിങ്ങളോട് പറയുക, ഞാൻ പണത്തിനെ സ്വാഗതം ചെയ്യുന്നു, ഞാൻ പണത്തിനെ ബഹുമാനിക്കുന്നു, പണം സമ്പാദിക്കുന്നത് എനിക്ക് സേഫ് ആണ്. അതിനുശേഷം വീണ്ടും ഈ അഫർമേഷൻസ് നിങ്ങൾക്ക് എന്നോടൊപ്പം പറയാം. പണം എനിക്ക് എളുപ്പത്തിൽ വരുന്നു, അത് എന്റെ കൂടെ നിലനിൽക്കുന്നു, ഞാൻ പണത്തെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നു, ഞാൻ സാമ്പത്തികമായി സുരക്ഷിതനാണ്, പണം എന്റെ ജീവിതത്തിൽ സമാധാനവും വളർച്ചയും നൽകുന്നു. ഈ അഫർമേഷൻസ് ദിവസവും നിങ്ങൾക്ക് പറയാവുന്നതാണ്. നിങ്ങൾക്ക് എന്ന് വരെ നിങ്ങളുടെ ആ പഴയ ബിലീഫിൽ നിന്നും
പുതിയ ഒരു മൈൻഡ് ഷിഫ്റ്റിലേക്ക്, നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകുന്നു എന്ന് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരുന്നുവോ അന്ന് വരെ നിങ്ങൾക്ക് ഈ മെഡിറ്റേഷനും ഈ അഫർമേഷൻസും പറയാവുന്നതാണ്. ഹീലിംഗ് എന്ന് പറയുന്നത് മെഡിറ്റേഷനും അഫർമേഷൻ പറയുന്നത് മാത്രമല്ല, നിങ്ങൾ ആക്ഷൻ എടുക്കുമ്പോഴാണ്. അതായത് നമ്മുടെ ബ്രെയിനിന് ഒരു പ്രൂഫ് ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ ആക്ഷൻ എടുക്കുക. അതായത് നിങ്ങളുടെ വരവ് ചിലവുകളെ പറ്റി നിങ്ങൾക്ക് ബോധമുണ്ടായിരിക്കണം, അത് ട്രാക്ക് ചെയ്യണം. അതുപോലെ സേവിങ്സ് നിങ്ങൾ ഉണ്ടാക്കുക. അതിനായിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബഡ്ജറ്റിങ്ങിന് ആവശ്യമാണെങ്കിൽ അതും നിങ്ങൾ ട്രാക്ക് ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുക. അതുപോലെ നിങ്ങൾ ഓരോ രൂപയും റെസ്പെക്ട് ചെയ്യുക. കാരണം മണിയെ ബഹുമാനിക്കുന്നവരോടാണ് മണിയും നിലനിൽക്കുന്നത്. നിങ്ങളൊരു സർവീസോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റോ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിനെ കുറ്റബോധമില്ലാതെ നിങ്ങൾ ആ പൈസ കൊടുക്കുക. കാരണം നിങ്ങൾ ഒരുപാട് മനസ്സിലായോ എന്റെ പൈസ തീർന്നു പോകുമോ എന്ന് വിചാരിച്ച് ചെലവഴിക്കാതിരിക്കുക. നിങ്ങൾ വാങ്ങുന്ന പ്രോഡക്റ്റിനും സർവീസിനും അതിൻ്റെതായിട്ടുള്ള ആ തുക നിങ്ങൾ കുറ്റബോധമില്ലാതെ ഗിൽറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺഡ്.